ഷീല പാലസ് തുടങ്ങിയിട്ട് ആക്ച്വലി തുടങ്ങിയത് വാട്ടർഫോളിലാണ്. അത് തുടങ്ങിയിട്ട് ഇപ്പം 2 years ആവാറായി. ഇൻട്രോ പറഞ്ഞോളൂ. ഹലോ, ഇന്ന് നമ്മള് ഡബിൾ സിറ്റി പോവാണ്. എന്തായാലും ഞങ്ങൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എങ്ങോട്ട് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇന്ന്. നണ്ടല്ലേ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഇത്രയും തണുപ്പില്ലാത്തതും നല്ല വെയിലുള്ളതുമായിട്ടുള്ള നമുക്ക് നല്ല സമയങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഇനിയിപ്പോൾ എന്തായാലും ഡബിളിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കണം. നമ്മളിപ്പോൾ ഡബിളിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്ങോട്ട് പോകണമെന്നുള്ളത് കേട്ടോ. ഇനിയിപ്പം നമ്മളതൊക്കെ റിസർച്ച് ചെയ്യട്ടെ. ഇതിപ്പം ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഇതിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ബസ്സിലിരുന്ന് കണ്ട ഒരു ഹോട്ടലാണ്. നല്ല രസമുണ്ട്, കണ്ടില്ലേ? ഉണ്ട്, ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. തവണ നമ്മളൊരു ബീച്ചിൽ പോയിട്ട് വെള്ളം കാണാൻ പറ്റിയില്ല. എന്തായാലും ഉണ്ട്, ഇപ്പം നമ്മുടെ ഡബിളിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബസ്സിലിരുന്നുകൊണ്ട് നമുക്കിങ്ങനെ കണ്ട നല്ല കടൽ കാണാൻ പറ്റി കേട്ടോ. സൈഡിലായിട്ട് കാണുന്നത് കടലാണ്. അങ്ങനെ നമ്മൾ ഡബിളിൻ സിറ്റി എത്തി. പക്ഷേ ഭയങ്കര ഒരു ലോങ് ട്രിപ്പായിരുന്നു കേട്ടോ. ഇപ്പം സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും പുറത്ത്, സമ്മറൊക്കെ ആയതുകൊണ്ട് പുറത്ത് വരുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറോളം എടുത്തു കേട്ടോ. ഡബിളിൻ സിറ്റിയിൽ കണ്ടോ, സൈഡിലായിട്ട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. നമ്മൾ ബസ് ഇറങ്ങി അതിനുശേഷം നമ്മൾ കണ്ട വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ ഡബിളിന് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണി ആകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നല്ല വിശപ്പും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നേരെ ഷീല പാലസ് എന്ന് കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്, എന്നാൽ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡബിളിലെ അസ്റ്റൺ കേളിൽ നിന്ന് പെന്നി ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ബസ്സിൽ പോയി. അതും ഏകദേശം ഒരു 20 minutes പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം പിന്നെ അധികം നടക്കാനൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അതിനോട് അടുത്ത് തന്നെയായിരുന്നു, ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷീല പാലസ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ദൂരെന്ന്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാർക്കിലോ അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പം ഉച്ച സമയമായി, എന്നാൽ പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാത്തിനും കൂടെ സമയമില്ല. അപ്പോൾ ഇതിന് കഴിച്ച് ഇവിടുത്തെ വീഡിയോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമാവും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് വേണ്ട ലഞ്ചൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ചിക്കൻ വറുത്തതും, ചിക്കൻ 65ഓ, ബിരിയാണിയോ, നാടൻ ചോറോ, കപ്പയോ, മീൻകറിയോ, ബീഫ് കറിയോ, എന്ത് വേണമെങ്കിലും കഴിക്കത്തക്ക രീതിയിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് മതിയാവോളം കഴിക്കാവുന്ന രീതിയിലാണ് അവിടുത്തെ ആ ഒരു സിസ്റ്റം. പക്ഷേ ഇവിടെ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും ദൂരമൊന്നുമില്ല അല്ലേ? അടുത്തല്ലേ, നമുക്ക് ആദ്യം വരുമ്പോൾ തോന്നും ഭയങ്കര ദൂരം ഉണ്ടെന്ന്. പക്ഷേ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ കഴിച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ബിരിയാണി എടുത്തു, ബീഫ് കറി ഉണ്ടായിരുന്നു, ഡക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം കപ്പയും ചോറും തരണം. നമുക്ക് നാട്ടിലെ പോലെ കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കറികളും ചോറും അങ്ങനെ കുറേ വെറൈറ്റിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളങ്ങനെ നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ അഡൽട്ടിന് വന്നിട്ട് 20 യൂറോയാണ് നമ്മുടെ ഈ ബൊഫെ. എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ബിലോ 8 years ആണെങ്കിൽ 10 യൂറോ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ ആളിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങളിവിടെ വന്ന സമയം തൊട്ടേ അറിയാം, നല്ല ഫേമസ് ആണ് ഷീല പാലസ് എന്ന് കേൾക്കാറുണ്ട്. ശരിക്കും എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഷീല പാലസ് തുടങ്ങിയിട്ട് ആക്ച്വലി തുടങ്ങിയത് വാട്ടർഫോളിലാണ്. അത് തുടങ്ങിയിട്ട് ഇപ്പം 2 years ആവാറായി. 2 years ആവാറായി. പിന്നെ നമ്മൾ ഇവിടെ ഡബിൾ സിറ്റി തുടങ്ങിയിട്ട് ഇപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് ആയിട്ട് ലൂക്കനില് നമുക്കിത് ഇപ്പോൾ 1.5 വർഷം ആവാറായി. നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ലീഫി വാലിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഇപ്പം ഒരു 3 to 4 months ആയിരിക്കും. പിന്നെയാണ് നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് സിറ്റിയിൽ, ഡബ്ലിൻ സിറ്റിയിൽ സെന്റ് സ്റ്റീഫൻസ് ഗ്രീനിൽ ഒരു റെസ്റ്റോ പബ് തുടങ്ങിയിരിക്കുന്നു. ഇത് ശരിക്കും ഇവിടെ എല്ലാ ദിവസവും ബൊഫേ ഉണ്ടോ? ഞാൻ കേട്ടത് സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെയാണെന്നാണ്. അതോ എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. എത്ര മണി തൊട്ടാണ് ഇത് തുടങ്ങുന്നത്? രാവിലെ 9 o'clock ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേസ് ആണ് തുടങ്ങുന്നത്. അത് 12 o'clock വരെയും. പിന്നെ 1 o'clock തൊട്ട് ലഞ്ച് ബൊഫേ ആൻഡ് ഡിന്നർ ബൊഫേ. അത് 10 മണി വരെയൊക്കെ ഉണ്ടോ രാത്രി? 10-10:30 വരെ എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, അത് ശരി. അപ്പം ഇതിനകത്ത് നമുക്ക് സാധാരണ നമ്മുടെ ലഞ്ചിന്റെ സമയത്തൊക്കെ എല്ലാം ബിരിയാണി, അങ്ങനെ നാടൻ, അങ്ങനെ എല്ലാം ചേർന്നതാണോ? നമ്മൾ ലൂക്കനിൽ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ
ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി സൗത്ത് ഇന്ത്യൻ ഓറിയന്റഡ് ഫുഡ്സ് ബൊഫേയിൽ കപ്പ, മീൻകറി, ഡക്ക് കറി, മലബാർ ബിരിയാണി, ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ആണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ബുഫേയിൽ വെക്കുന്നത്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്ന് ആൾക്കാർ ചോദിച്ചു വരുന്ന ഏതെങ്കിലും ഫുഡുകളുണ്ടോ വളരെ ഇഷ്ടപ്പെട്ട് വരുന്ന? മലബാർ ബിരിയാണിയായി, മസാല ദോശയായി, മന്തിയായി, ചിക്കൻ മന്തിയായി. കപ്പയും മീൻകറി ആണെങ്കിലും വളരെ ടേസ്റ്റി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? നല്ലതായിരുന്നു ഞങ്ങൾ വന്ന് കഴിച്ചപ്പോൾ. ആലപ്പുഴയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ 10 to 15 years വർക്ക് ചെയ്തതാണ്. സോ ഹി ജസ്റ്റ് കെയിം ഹിയർ ഓൺലി ഫോർ അസ്. ഇവിടെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ലഞ്ചിൽ തന്നെ നമുക്ക് പൊറോട്ടയോ അതുപോലെ തന്നെ അപ്പോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഓർഡർ ചെയ്ത് അത് ലൈവായിട്ട് കൊണ്ടുവരും. അത് മാത്രമല്ല ചില ആൾക്കാർ വരുമ്പോൾ ബുഫേ ആഗ്രഹിക്കാത്തവർക്ക് അലക്കാട്ടും ഉണ്ട്. അലക്കാട്ടിൽ തന്നെ ഈ മെനൂസും എല്ലാം ഉണ്ട്. പ്രത്യേകമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ തൊട്ടടുത്ത് ഇപ്പം എന്തായാലും ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ലീഫി വാലി, ഷീല പാലസ് ലീഫി വാലി. അത് ഇച്ചിരി കൂടി വലുതും ഏഷ്യൻ ഫ്യൂസ്ഡ് നമ്മുടെ മെനു ആണ്. അറൌണ്ട് 40+ ക്വിസീൻസ് ഉണ്ട്. പിന്നെ ഒരു 15+ ക്വിസീൻ ലൈവ് സ്റ്റേഷനിലുണ്ട്. മീൻ വറുത്തത്, കൊണ്ടാട്ടം, പ്രോൺസ്, മസാല ദോശ, മലായി ടിക്ക, അതെല്ലാം ലൈവായിട്ട് അവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു പാർട്ടി ഏരിയ ആണ്. ആൾക്കാർ വരാറുണ്ട്, ഗാദറിംഗ്സ് നടക്കാറുണ്ട്. അങ്ങനെ. അപ്പൊ അത് അവിടെ എങ്ങനെയാണ് ബൊഫേയുടെ റേറ്റ് എങ്ങനെയാണ്? അത് 22 euros വരും. 22 euros. 22 euros. അതും ഇതേ ടൈമിംഗ് തന്നെയാണോ? അതെ, രാവിലെ അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഉണ്ട് 9 to 12. അത് സൗത്ത് ഇന്ത്യൻ ഓറിയന്റഡ് ആണ്. പിന്നെ ഉച്ച തൊട്ടാണ് നമുക്ക് മൾട്ടി ക്വിസീൻ. ഓക്കെ. താങ്ക്സ് കേട്ടോ, എല്ലാ ഇൻഫർമേഷനും തന്നതിന് താങ്ക്സ്. നമ്മളിവിടെ വന്ന് എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫുഡുകൾ മിസ് ചെയ്യുന്നതെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.